ഇന്ത്യ-പാക് സംഘർഷത്തിൽ ഏറ്റവും പുതുതായി വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത അതിർത്തി നിരീക്ഷിച്ച റഫാൽ പോർ വിമാനങ്ങൾ എന്നതാണ്. 4 റഫാൽ വിമാനങ്ങളാണ് നിയന്ത്രണ രേഖയ്ക്ക് സമീപം നിരീക്ഷണം നടത്തുന്നത്. അതിർത്തി മേഖലയിൽ പാകിസ്ഥാനും വിന്യാസം ശക്തമാക്കിയിട്ടുണ്ട്. അർജുൻ പീതാംബരൻ നൽകും വിവരങ്ങൾ. അർജുൻ, ശക്തമായ തിരിച്ചടിക്കൊരുങ്ങി ഇന്ത്യൻ സൈന്യം ഇവിടെ സജ്ജമായി നിൽക്കുമ്പോൾ അവിടെ പാകിസ്ഥാനും ഒട്ടും മോശമല്ല. അവരും ഒരു രീതിയിൽ അവരുടെ സൈന്യത്തെയൊക്കെ വിന്യസിച്ച് അവരും സജ്ജമായി തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ള പ്രതീതി ജനിപ്പിക്കുന്നുണ്ട്. ഏത് രീതിയിലാണ് നീക്കങ്ങൾ? ഈ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘനവും അതുപോലെ തന്നെ പ്രകോപനവും ഒക്കെ തുടരുന്നൊരു സാഹചര്യത്തിലാണ് നിരീക്ഷണം കൂടുതൽ ശക്തമാക്കാൻ വേണ്ടി ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ വ്യോമസേനയുടെ കൂടുതൽ വിമാനങ്ങൾ ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തും അതിർത്തിയിലുമൊക്കെ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ 4 റഫാൽ ജെറ്റുകൾ 4 പോർ വിമാനങ്ങൾ ആ പ്രദേശത്താകമാനം റോന്തു ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊരു പതിവ് നിരീക്ഷണ രീതി അല്ലെങ്കിൽ നിരീക്ഷണ നടപടി എന്ന് മാത്രമാണ് നിലവിലെന്തായാലും പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് വലിയ രീതിയിൽ പാകിസ്ഥാനെ ഭയത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഒരു ജാഗ്രതാ നിർദ്ദേശം പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വിന്യസിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ അവിടെ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത് സിയാൽകോട്ടിലായിരുന്ന ചില യുദ്ധ ടാങ്കുകളെ ഇതിനോടകം തന്നെ അതിർത്തി മേഖലകളിലെ മറ്റിടങ്ങളിലേക്ക്, അതായത് ഷക്കർഗഡിലേക്ക് പാകിസ്ഥാൻ മാറ്റിയിട്ടുണ്ട്. ഒപ്പം ഖാരിയാൻ മേഖലയിൽ അവർ പരിശീലനം നടത്തുന്നു. ഇസ്ലാമാബാദിൽ അവിടെ വ്യോമസേനാ താവളമൊക്കെ ഉണ്ട് പാകിസ്ഥാൻ്റെ. അവിടേക്ക് കൂടുതൽ F-16 ജെറ്റുകളെല്ലാം തന്നെ വിന്യസിച്ച് ആ പ്രദേശവും കൂടുതൽ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടന്നിരിക്കുന്നുവെന്നാണ്. ഇതെല്ലാം ഇന്നൊരു ദിവസം കൊണ്ട് സംഭവിച്ചതാണ്. ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കിയതിന് പിന്നാലെ സംഭവിച്ചതാണ്. ഈ തുടർച്ചയായി 6ാം ദിവസവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടാകുന്നു, പ്രകോപനം ഉണ്ടാകുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായി ഇന്ത്യ നിരീക്ഷണം കടുപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല, പ്രകോപനം തുടർന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ തിരിച്ചൊരടി എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്നുള്ളൊരു സാഹചര്യം അതിർത്തിയിൽ നിലനിൽക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ജാഗ്രത നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് തന്നെയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ചില സുരക്ഷാ നടപടികൾ ഉണ്ടാകുന്നത്. കൂടുതൽ വിമാനങ്ങൾ, റഫാൽ അടക്കമുള്ള കൂടുതൽ വിമാനങ്ങൾ, അതിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഈ അതിർത്തി മേഖലകളിലേക്കും അതുപോലെ ഈ LOC മേഖലകളിലേക്കും ഇപ്പോൾ കൊണ്ടുവരുന്നതും.